കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചത്. സംഘർഷങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കപ്പെടണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. എല്ലാ ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മേഖലയിലെ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കി. पश्चिम एशिया की वर्तमान स्थिति हमारे लिए गहरी चिंता का विषय है. भारत डायलॉग और डिप्लोमेसी के माध्यम से सभी विवादों का समाधान का समर्थन करता है. इस क्षेत्र में मौजूद सभी भारतीय नागरिकों की सुरक्षा के लिए हम सभी देशों के साथ मिलकर काम करते रहेंगे. ഇരു രാജ്യത്തിന്റെയും പേരെടുത്തു പറയാതെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഇറാന്റെ പരമോന്നത നേതാവിന്റെ കൊലപാതകത്തെക്കുറിച്ചും പരാമർശമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു. സുരക്ഷാകാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സാഹചര്യങ്ങൾ വിലയിരുത്തി. അതേസമയം ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസുകൾ ആലോചനയിലെന്ന് ഈസ് മൈ ട്രിപ്പ് സ്ഥാപകൻ നിഷാന്ത് പിട്ടി അറിയിച്ചു.